നയനയുടെ ആദർശിൻ്റെയും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവിന് പതിവില്ലാതെ ക്ഷീണം തോന്നുകയാണ്. മോൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നില്ലേ, അതിൻ്റെ ക്ഷീണമായിരിക്കുമെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. ഈ സമയം കനക അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ മോളെ, എന്താ പറ്റിയത് എന്ന് കനക ചോദിക്കുകയാണ്. എന്താ പറ്റിയതെന്ന് അറിയില്ല അമ്മേ, പതിവില്ലാതെ ക്ഷീണവും തളർച്ചയും തോന്നുകയാണ് എന്നൊക്കെ പറയുകയാണ് നന്ദു. എന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി നോക്കാം എന്നൊക്കെ കനക പറയുന്നുണ്ട്. അങ്ങനെ കനകയും നന്ദു ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഡോക്ടറെ പരിശോധിച്ചതിന് ശേഷം ഈ കുട്ടി മാരീഡ് ആണോ എന്ന് ഡോക്ടർ ചോദിക്കുകയാണ്. എന്താണ് ഡോക്ടർ പറഞ്ഞു വരുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് കനക പറയുകയാണ്. ആ സമയം ഡോക്ടർ പറയുന്നുണ്ട്, ഈ കുട്ടി ഗർഭിണിയാണ്. ഡോക്ടർ പറയുന്നത് കേട്ട് കനക സ്തംഭിച്ച് നിൽക്കുകയാണ്. എന്താ ഡോക്ടറെ, ഡോക്ടർ എന്താണ് ഈ പറയുന്നത്? ആ സമയം നന്ദു കരയുന്നുണ്ട്. ഇടി, നീ ഞങ്ങളെ ചതിച്ചോ, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കനക പൊട്ടിക്കരയുന്നുണ്ട്. ആ സമയം ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളുടെ കരച്ചിലൊക്കെ വീട്ടിൽ ചെന്നിട്ട് മതി, അതൊന്നും ഇവിടെ വേണ്ട. അങ്ങനെ ഈ വിവരം ഡോക്ടറുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ കനക ആകെ തകർന്നു പോയി. എന്നിട്ട് നേരെ നന്ദുവിനെയും കൂട്ടി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ ഉടനെ തന്നെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഡോക്ടർ പറഞ്ഞത്? ആ സമയം നന്ദു ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോയി കതക് അടയ്ക്കുന്നുണ്ട്. ആ സമയം കനക കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഗോവിന്ദേട്ടാ, നമ്മുടെ 2 മക്കളും നമ്മളെ ചതിക്കുകയായിരുന്നു. നമ്മുടെ നന്ദു ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്താ കനകെ, എന്തിനാണ് നീ കരയുന്നത്? എന്താ കാര്യമെന്ന് വെച്ച് പറ. അത് പിന്നെ നന്ദു പ്രഗ്നൻ്റാണ്. എന്താ എന്താ കനകെ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതെ ഗോവിന്ദേട്ടാ, ഞാൻ പറയുന്നത് സത്യമാണ്. നമ്മുടെ നന്ദുമോള് ഞങ്ങളെ ചതിച്ചു. അവൾ ഇങ്ങനെ ഒരു ചതി ഞങ്ങളോട് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട് കനക. അങ്ങനെ കനക അവിടെ നിന്ന് എഴുന്നേറ്റ് നന്ദുവിൻ്റെ റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, ആരാണ് ഇതിൻ്റെ ഉത്തരവാദി, സത്യം പറഞ്ഞോളാം. അത് കേട്ടപ്പോടെ കനക പറയുന്നുണ്ട്, അമ്മേ, എന്നോട് ഇക്കാര്യം ഇപ്പോൾ ചോദിക്കരുത്. നിന്നോടല്ലാതെ പിന്നെ ഞാൻ ആരോടാണ് ഇക്കാര്യം ചോദിക്കേണ്ടത് എന്ന് കനക ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. എന്നാൽ ചോദിക്കേണ്ട ആളെ നീ തന്നെ പറഞ്ഞോ, ഞാൻ അവനോട് പോയി ചോദിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് കനക നന്ദുവിനെ അടിക്കുന്നുണ്ട്. കനകി, നീ ഇങ്ങോട്ട് വാ, നന്ദുവിനോട് ഇപ്പോൾ ഒന്നും ചോദിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ കനകയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഗോവിന്ദൻ വിളിച്ച ഉടനെ കനക അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് കനക ഉടനെ തന്നെ നയനയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് നയനയോട് പറയുകയാണ്, മോളെ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണം. എന്താ അമ്മേ, എന്താ കാര്യം എന്ന് നയന ചോദിക്കുന്നുണ്ട്. അതൊക്കെ വന്നിട്ട് പറയാം, മോൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. അങ്ങനെ നയന ഉടനെ തന്നെ നന്ദാവനത്തിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം കനക കരഞ്ഞുകൊണ്ട് നയനയോട് പറയുന്നുണ്ട്. അത് കേട്ടത് നയന സ്തംഭിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നയനയ്ക്ക് ഒരു വാക്ക് പോലും തിരിച്ചു പറയാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ നിന്നതിന് ശേഷം നയന നേരെ നന്ദുവിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നയന കരഞ്ഞുകൊണ്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ നന്ദു ഈ കേൾക്കുന്നത്, നീ ഞങ്ങളെ എല്ലാവരും എന്തിനാണ് ഇങ്ങനെ ചതിച്ചത്? അങ്ങനെ നന്ദു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ചേച്ചി എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. അങ്ങനെ നന്ദു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അന്ന് എന്നെ ഗുണ്ടകൾ പിടിക്കാൻ വന്നിരുന്നില്ലേ, അങ്ങനെ അന്ന് ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നിൽ കണ്ട ഫാക്ടറിയിലായിരുന്നു ഞാൻ അനിയും അന്ന് കഴിഞ്ഞത്. അന്ന് സംഭവിച്ചു പോയൊരു അബദ്ധമാണിത്. ഇത് കേട്ടതോടെ കനക പൊട്ടി കരയുന്നുണ്ട്. അങ്ങനെ നയന പറയുന്നുണ്ട്, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അബോർഷൻ ചെയ്യാൻ പോകാം. ആദ്യമൊന്നും നന്ദു സമ്മതിച്ചില്ലെങ്കിലും നയനയുടെ നിർബന്ധത്തിന് വഴങ്ങി നന്ദു സമ്മതിക്കുകയാണ്. അങ്ങനെ നയനയും നന്ദു ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് യാദൃശ്ചികമായി വേണു അനാമികയെ കാണാനിടയാകുന്നുണ്ട്. അങ്ങനെ നയനയും നന്ദുവിനെയും ഫോളോ ചെയ്യുകയാണ് അനാമികയും വേണുവും. ആ നന്ദു എന്ന് പറഞ്ഞ കുട്ടി പ്രഗ്നൻ്റാണ്, അബോർഷൻ ചെയ്യാനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് നേഴ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. നേഴ്സ് പറയുന്നത് കേട്ട് അനാമിക ഞെട്ടുകയാണ്. അങ്ങനെ അനാമിക പറയുന്നുണ്ട്, അച്ഛാ, അനി തന്നെയായിരിക്കും ഈ കുഞ്ഞിൻ്റെ ഉത്തരവാദി. ആ നന്ദുവിനെ ഇല്ലാതാക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലും അനിയെ എനിക്ക് കിട്ടില്ല. അതിനെന്തിനാണ് മോളെ അനിയുടെ സ്വത്തുക്കൾ നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം, അത് കഴിഞ്ഞാൽ ആ അനിയെ നമുക്ക് ഒഴിവാക്കാമല്ലോ എന്നൊക്കെ വേണു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അച്ഛാ, സ്വത്തുക്കൾ മാത്രമല്ല അനിയെ എനിക്ക് വേണം, അവനെ ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല, ആ നന്ദുവിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക. എന്തെങ്കിലും ചെയ്യണം അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക കരയുകയാണ്. ആ നന്ദുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി നല്ലൊരു പ്ലാൻ തന്നെ അനാമിക നടത്തുന്നുണ്ട്. അനാമിക എന്തൊക്കെയായിരിക്കും ചെയ്യുക, തുടർന്നുള്ള എപ്പിസോഡുകൾ കാണുക.